PM ശ്രീ ധാരണാപത്രത്തിൽ നിന്നും കേരള സർക്കാർ പിന്മാറുന്ന വിവരം അറിയില്ലെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. PM ശ്രീയിൽ കേരള സർക്കാർ ഒപ്പിട്ടതിനെ സ്വാഗതം ചെയ്തിരുന്നു. കരാർ കേരളം അംഗീകരിച്ച് മുന്നോട്ടു പോകണം. രാജ്യസഭ MP ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവരുമായി PM ശ്രീ സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും S നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇത് സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? സുരേഷ്, PM ശ്രീ പദ്ധതിയിൽ നിന്നും കേരളം പിന്മാറുന്നതായി ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടി ഇക്കാര്യം വ്യക്തമാക്കുകയാണ്. അതായത് ഔദ്യോഗികമായി കേരളത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ അറിയിപ്പുകളും ഈ PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം ഈ പദ്ധതിയിൽ നിന്നും പിന്മാറരുത് എന്നുള്ളതാണ് തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല, മുതിർന്ന നേതാക്കൾ, അതായത് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി ഈ വിഷയം PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന് ഈ പദ്ധതി നൽകുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എന്നുള്ളതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയത്. ഔദ്യോഗികമായി അദ്ദേഹം വ്യക്തമാക്കുകയാണ്, ഒരു തരത്തിലും കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക മന്ത്രിസഭാ ഉപസമിതിയെ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക കത്ത് കേന്ദ്രത്തിന് കൈമാറുമെന്നുള്ളതാണ്. എന്നാൽ ആ കത്ത് കൈമാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നത് സംബന്ധിച്ച് ഇതുവരെയായിട്ടും സംസ്ഥാനത്ത് നിന്നും യാതൊരുവിധ വിവരവുമില്ല. അതേസമയം അങ്ങനെ ഒരു കത്ത് ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായി കേരളം പിന്മാറുന്നതായി യാതൊരുവിധ അറിയിപ്പുകളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ PM ശ്രീ പദ്ധതി എന്നുള്ളത് കേരളത്തിലെ സാധാരണക്കാരന്റെ മക്കൾക്ക്, കുരുന്നുകൾക്ക് ഏറെ ആശ്രയമാകുന്ന പദ്ധതിയാണ്. ഏതാണ്ട് 300-ലധികം സ്കൂളുകളുടെ എല്ലാ തരത്തിലുള്ള വികസനത്തിനുപരി അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂടി വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്ന PM ശ്രീ പദ്ധതി സ്വാഭാവികമായും അത് കേരളത്തിന് ഏറെ ഗുണം ചെയ്യേണ്ടതാണ്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കിയില്ല എങ്കിൽ സ്വാഭാവികമായും ഈ SSA ഫണ്ട് അടക്കം തടയുവാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. പഞ്ചാബ് അങ്ങനെ നേരിട്ടതാണ്. പഞ്ചാബ് ഈ ആദ്യഘട്ടത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുകയും പിന്നീട് രാഷ്ട്രീയ വൈര്യം മൂലം ഈ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതായി അറിയിക്കുകയും ഉണ്ടായിരുന്നു. എന്നാൽ SSA ഫണ്ട് അടക്കം തടഞ്ഞതോടുകൂടി വീണ്ടും പഞ്ചാബിന് ഈ പദ്ധതിയിൽ അംഗമാകേണ്ടി വന്നു. അങ്ങനെ 2024 വീണ്ടും PM ശ്രീ പദ്ധതിയിൽ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടി പഞ്ചാബ് സർക്കാർ തയ്യാറായി. വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നതും അതുതന്നെയാണ്. സംസ്ഥാനത്തിന് ഇതിൽ നിന്നും പിന്മാറുവാൻ, ഔദ്യോഗികമായി പിന്മാറുവാൻ മറ്റ് പോംവഴികളൊന്നുമില്ല എന്നുള്ളതാണ്. ഒരിക്കൽ കരാറിൽ ഏർപ്പെട്ടാൽ അതിൽ നിന്നും പിന്മാറുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ കേരളം ഇതുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സ്വാഭാവികമായും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് മന്ത്രിസഭാ ഉപസമിതിയെ രൂപീകരിച്ചത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരും മറ്റും അഭിപ്രായപ്പെടുന്നത്. സുരേഷ്, ഡൽഹിയിൽ നിന്നും S നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.